അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 179. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلينظر الإنسان مما خلق من ماء دافق يخرج من بين الصلب والترائب. صدق الله مولانا العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തു താരിഖിൻ്റെ 5-ാം വചനം മുതലാണ് ഇന്ന് നാം വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു വച്ചത് വാനലോകത്തെയും വാനലോകത്തെ അത്ഭുത സൃഷ്ടിയായ നക്ഷത്രക്കൂട്ടത്തെയും പിടിച്ച് സത്യം ചെയ്തതിൻ്റെ ശേഷം അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, തീർച്ചയായും മനുഷ്യരെ, നിങ്ങൾക്ക് എല്ലാ മനുഷ്യർക്കും അവരെ നിരീക്ഷിക്കാൻ അല്ലാഹുവുണ്ട്. അവരുടെ കർമ്മങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താൻ അല്ലാഹു ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നിരീക്ഷകനുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തൊട്ടുപിറകിൽ അല്ലാഹു പറയുന്നു, ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ്. അതുകൊണ്ട് മനുഷ്യൻ ആലോചിച്ചു കൊള്ളട്ടെ, അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാലോചിച്ചു കൊള്ളട്ടെ. അതായത് മനുഷ്യൻ അവൻ്റെ തുടക്കത്തെക്കുറിച്ച് ആലോചിക്കണം. അപ്പോഴാണ് അവൻ്റെ ഒടുക്കത്തെക്കുറിച്ച്, അവൻ്റെ മടക്കയാത്രയെക്കുറിച്ച് അവൻ ഓർമ്മ വരിക. മടക്കയാത്രയെക്കുറിച്ച് അവന് ബോധ്യപ്പെടുന്നതോടുകൂടെ, പരലോകമുണ്ട്, പുനരുത്ഥാനമുണ്ടെന്ന് ബോധ്യപ്പെടുന്നതോടുകൂടെ ഈ ജീവിതത്തിൽ കൃത്യമായി തന്നെ നിരീക്ഷിക്കാൻ ഒരു നിരീക്ഷകനുമുണ്ടെന്ന് ബോധ്യപ്പെടുമ്പോൾ, നാളെ പരലോകത്ത് കാണാൻ ഇഷ്ടപ്പെടുന്നതല്ലാതെ ഞാൻ ഒരിക്കലും തൻ്റെ നിരീക്ഷകന് നിരീക്ഷിക്കാനും എഴുതാനും ചാൻസ് കൊടുക്കരുത് എന്ന നിർബന്ധ ബുദ്ധി അവനുണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത് ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ്. മനുഷ്യൻ അവൻ ചിന്തിച്ചു കൊള്ളട്ടെ, ആലോചിച്ചു കൊള്ളട്ടെ, മിമ്മ ഖുലിഖ്, അവനെ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വിഡ്ഢിത്വം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പരലോകത്തെ, പുനരുത്ഥാനത്തെ, വിചാരണയെ ഒക്കെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവൻ ആലോചിക്കട്ടെ, മിമ്മ ഖുലിഖ്, അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്. അവനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും തള്ളിപ്പുറപ്പെടുന്ന ഒരു വെള്ളത്തിൽ നിന്നുമാണ്, ജലത്തിൽ നിന്നുമാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. അത് നട്ടെല്ലിൻ്റെയും വാരിയെല്ലുകളുടെയും ഇടയിൽ നിന്നാണ് പുറപ്പെടുന്നത്. നട്ടെല്ലിൻ്റെയും വാരിയെല്ലുകളുടെയും ഇടയിൽ നിന്ന് പുറപ്പെടുന്ന, തള്ളിപ്പുറപ്പെടുന്ന ഒരു ജലത്തിൽ നിന്നുമാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നർത്ഥം. ഇവിടെ ജീവൻ്റെ തുടിപ്പ് പോലും കാണാൻ കഴിയാത്ത വസ്തുക്കളിൽ നിന്നും, വളരെ നിസ്സാരമായ വസ്തുക്കളിൽ നിന്നും മനുഷ്യനെ ഇത്രയും സെറ്റപ്പിൽ സൃഷ്ടിച്ചൊരുക്കിയ റബ്ബിന് തീർച്ചയായും അവനെ മടക്കിപ്പടക്കുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ല എന്ന് ഏതൊരു ബുദ്ധിയും സമ്മതിക്കും. എന്ന് വരുമ്പോൾ ആ മടക്ക നാളിലേക്ക് തനിക്കുപകരിക്കുന്നത് മാത്രമേ ഞാൻ ചെയ്യാവൂ എന്ന ഒരു നിർബന്ധ ബുദ്ധി അവനിൽ വരികയാണ്. ഏതാവട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖുലിഖ മിൻ മാഇൻ ദാഫിഖിൻ യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ് എന്ന് പറഞ്ഞ ആയത്തിൽ
ചില ചർച്ചകൾ അനിവാര്യമാണ്. എന്തുകൊണ്ടാണ് ചർച്ചകൾ അനിവാര്യമാണെന്ന് പറയാൻ കാരണം? മനുഷ്യനെ പടച്ചിരിക്കുന്നത് ബീജത്തിൽ നിന്നുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ ആദ്യം ബീജത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നമുക്ക് നടത്താം. മനുഷ്യനെ ഇവിടെ ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ രണ്ടഭിപ്രായം രേഖപ്പെടുത്തിയത് കാണാം. ഒന്ന്, പുരുഷൻ്റെ നട്ടെല്ലിൽ നിന്നും മുതുകിൽ നിന്നും സ്ത്രീയുടെ വാരിയെല്ലുകളിൽ നിന്നും പുറപ്പെടുന്ന വെള്ളം എന്ന് എഴുതിയത് കാണാം. മറ്റു ചിലർ പറഞ്ഞത് അത് രണ്ടും പുരുഷൻ്റേതാണ്, സുൽബും തറായിബും, അതായത് നട്ടെല്ലും വാരിയെല്ലും. മഖ്ലൂഖും മിനൽ മാഇല്ലദീ യഖ്റുജു മിൻ സുൽബിർ റജുലി വ തറായിബി, ഇങ്ങനെ എഴുതിയത് കാണാം. കാരണം മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മാഉൻ ദാഫിഖിൽ നിന്നാണ് എന്ന് ഖുർആൻ പറയുന്നു. ഈ ദാഫിഖായ വെള്ളം എന്ന് പറയുമ്പോൾ, തള്ളിപ്പുറപ്പെടുന്ന വെള്ളം എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് മാഉർ റജുലിൻ്റെ സ്വഭാവമാണ്, അഥവാ പുരുഷ ശുക്ലത്തിൻ്റെ അവസ്ഥയാണ് ആ പറഞ്ഞിട്ടുള്ളത്. വീണ്ടും അതിന് അല്ലാഹു തആല വിശേഷണം പറഞ്ഞു, യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, അത് പുറപ്പെടുന്നത് നട്ടെല്ലിൻ്റെയും വാരിയെല്ലുകളുടെയും ഇടയിൽ നിന്നാണ്. അപ്പോൾ കുഞ്ഞ് സൃഷ്ടിക്കപ്പെടുന്നത്, രൂപപ്പെടുന്നത് പുരുഷ ബീജത്തിൽ നിന്ന് മാത്രമാണ് എന്നർത്ഥം. ഇതാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ രണ്ടഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയത് കാണാം. എന്നാൽ ഇവിടെ നമുക്ക് ബോധ്യപ്പെടുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ വിഷയത്തിലുള്ള യാഥാർത്ഥ്യം രണ്ടാമത്തെ വാക്ക്, അതായത് സുൽബും തറായിബും രണ്ടും പുരുഷന് തന്നെയാണ് എന്ന പക്ഷമാണ് കൂടുതൽ നമുക്ക് യോജിക്കാൻ കഴിയുന്നത്. കാരണം ആധുനിക സയൻസും അങ്ങനെയാണ് തീർച്ചപ്പെടുത്തി പറയുന്നത്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് പുരുഷ ബീജത്തിൽ നിന്നും അതുപോലെ തന്നെ സ്ത്രീയുടെ അണ്ടത്തിൽ നിന്നും ആണ്. സ്ത്രീയുടെ ബീജമല്ല, സ്ത്രീയുടെ അണ്ടം. സ്ത്രീയുടെ അണ്ടവും പുരുഷൻ്റെ ബീജവുമാണ് കുഞ്ഞ് സൃഷ്ടിക്കപ്പെടാൻ അനിവാര്യമായ കേസുകൾ എന്നാണ് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ മാഉൻ ദാഫിഖ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷൻ്റെ ബീജമാണ് എന്നർത്ഥം. എന്നാൽ ഇവിടെ ഒരു ഹദീസ് പ്രത്യക്ഷത്തിൽ ഇതിനെതിരാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. വഅമ്മൽ വലദു ഫഇദാ സബഖ മാഉർ റജുലി മാഅൽ മർഅ നസഅൽ വലദ വഇദാ സബഖ മാഉൽ മർഅത്തി മാഅർ റജുലി നസഅത്തിൽ വലദ. കുട്ടി ഉണ്ടാകുന്നത് എങ്ങനെയാണ്, കുട്ടി ആണും പെണ്ണുമാകുന്നത് എങ്ങനെയാണ് എന്ന ചർച്ചയിലൊക്കെ ഫഇദാ സബഖ മാഉർ റജുലി മാഅൽ മർഅ, സ്ത്രീയുടെ ജലം പുരുഷൻ്റെ ജലം സ്ത്രീയുടെ ജലത്തിന് മുൻകടക്കുകയാണെങ്കിൽ നസഅൽ വലദ, കുട്ടിയാണാകുമെന്നും വൈദാ സബഖ മാഉൽ മർഅത്തി മാഅർ റജുലി നസഅത്തിൽ വലദ, അതുപോലെ തന്നെ സ്ത്രീയുടെ ബീജമാണ് പുരുഷൻ്റെ ബീജത്തെ മുൻകടക്കുന്നതെങ്കിൽ അവിടെ കുട്ടി പെണ്ണാകുമെന്നും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. അപ്പോൾ ഇവിടെ രണ്ടു പേർക്കും മാ ഉണ്ട് എന്നും ഇവരുടെ രണ്ടുപേരുടെയും ജലത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുമല്ലേ വരുന്നത്? അവിടെയാണ് ഈ ഹദീസിന് മറുപടി പറയുമ്പോഴാണ് നാം ആലോചിക്കേണ്ടത്. കഴിഞ്ഞ കാലത്ത് വിശ്വസിച്ചിരുന്നത് ഗർഭസ്ഥ ശിശു, ആ ശിശുവിൻ്റെ ഇനം വേർതിരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇനം രൂപപ്പെടുന്നത് കുട്ടിയാണും പെണ്ണുമാകുന്നത് എന്നർത്ഥം. കുട്ടിയാണും പെണ്ണുമാകുന്നത് ഏതാണ്? പുരുഷൻ്റെയും സ്ത്രീയുടെയും രണ്ടുപേരുടെയും കൂടെ മായിനെ ആശ്രയിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്നാണ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് അതല്ല. അലം യഖുനു തുഫതം മിൻ മനിയ്യിൻ യുംന, സൂറത്തുൽ ഖിയാമയിൽ
വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നത് കാണാം. അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംന, ഒരു തവണ സ്ഖലിക്കുന്ന ശുക്ലത്തിലെ ഒരു ബീജകണമായിരുന്നില്ലേ ഈ മനുഷ്യൻ? ഇങ്ങനെ ചോദിക്കുന്നതോടുകൂടെ അത് പുരുഷൻ്റേതാണെന്ന് ഉറപ്പ്. അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംന, അവിടെ സ്ത്രീയുടെ മാഇന് ഇതിൽ പങ്കില്ല എന്നുള്ള കാര്യം ഉറപ്പ്. ആണായാലും പെണ്ണായാലും അത് രണ്ടും വേർതിരിക്ക്, രണ്ടിനെയും നിർണയിക്കുന്നത് പുരുഷബീജമാണെന്നർത്ഥം. അത് തന്നെയാണ് ആധുനിക ശാസ്ത്രവും നമ്മളോട് പറയുന്നത്. എന്താണത്? പുരുഷബീജത്തിൽ 2 ഘടകങ്ങളുണ്ട്. അതായത് എക്സും XY, ഇങ്ങനെ 2 ക്രോമസോമുകളാണ് പുരുഷബീജത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്ന്. ഒരു തുള്ളി ശുക്ലത്തിൽ കോടിക്കണക്കിന് അണുക്കളുണ്ട്. അതിലൊന്നാണ് നമ്മളെപ്പോലെ കണ്ണും കയ്യും കാലും മൂക്കുമൊക്കെയുള്ള മനുഷ്യരായി മാറിയത് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇങ്ങനെ അള്ളാഹു ഇത്രയും അതിനിസ്സാരമായ വസ്തുവിൽ നിന്ന് ഈ പറഞ്ഞ സമ്പൂർണമായ അവയവങ്ങളെല്ലാം തന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, അവൻ മുഷ്ടി ചുരുട്ടി അന്തരീക്ഷത്തിലേക്ക് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാനായപ്പോൾ അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ കാണട്ടെ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നത് ശരിയല്ല മനുഷ്യ, അത് വല്ലാത്ത അധികപ്പറ്റാണ്. ഇതാണ് സത്യത്തിൽ അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംന എന്ന ചോദ്യത്തിൻ്റെ ചുരുളിലുള്ള ഏറ്റവും വലിയ ചിന്തനീയമായ വിഷയങ്ങൾ. നമ്മളെ ഏറ്റവും കൂടുതൽ ഇരുന്ന് ആലോചിക്കാൻ വകുപ്പുള്ളതാണിത്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് പുരുഷബീജത്തിൽ 2 ഘടകങ്ങളുണ്ട്, എക്സും XYയും. ഇങ്ങനെ 2 ക്രോമസോമുകളുണ്ട്. അതാണ് മാ ഉർ റജുലും മാ ഉൽ മർഅയും എന്ന് പറഞ്ഞാൽ ആണാകാൻ ആവശ്യമായ ഘടകവും പെണ്ണാകാൻ ആവശ്യമായ ഘടകവും രണ്ടും മാ ഉർ റജുലിലുണ്ട്, പുരുഷബീജത്തിലുണ്ട്. അപ്പോൾ അവിടെ മാ ഉർ റജുൽ മാ ഉൽ മർഅത്തിനെ മുൻകടക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ എക്സും XYയും, ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. XYയെ മുൻകടന്നാൽ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുരുഷബീജത്തിലുള്ള ഈ 2 ക്രോമസോമുകൾ മുന്നോട്ട് ചലിക്കുമ്പം ആദ്യം സ്ത്രീയുടെ അണ്ഡവുമായി ചേരുന്നത് ഏതാണോ അതിനനുസരിച്ചാണ് കുഞ്ഞ് വരുന്നത് എന്നർത്ഥം. XYയോ ഏതാണ് അതുമായി കൂടിച്ചേരുന്നത്, ആദ്യമായി ചേരുന്നത്, അതിനനുസരിച്ച് കുട്ടി X ആണ് ഉമ്മയുടെ അണ്ഡത്തിലേക്ക് ആദ്യം എത്തുന്നതെങ്കിൽ കുട്ടി പുരുഷനാകുന്നു. അല്ല, XY ആണ് എത്തുന്നതെങ്കിലോ കുട്ടി സ്ത്രീയുമാകുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നതെങ്കിൽ ഇത് തന്നെയാണ് ഖുലിഖ മിൻ മാഇൻ ദാഫിഖ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലോ ഇതിന് ഉമ്മയുടെ അണ്ഡവുമായി ചേരേണ്ടതില്ലേ? അതുണ്ട്. അതെവിടെയാ പഠിപ്പിക്കപ്പെട്ടത്? അത് സൂറത്തുൽ ഇൻസാനിൻ്റെ 2-ാം വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചു. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്, തീർച്ചയായും മനുഷ്യനെ നാം പടച്ചിട്ടുള്ളത് മിൻ നുത്ഫത്തിൻ അംശാജിൻ, മറ്റൊന്നുമായി കൂട്ടിക്കലർത്തിയ ബീജത്തിൽ നിന്നുമാണ്. അപ്പോൾ പുരുഷ ബീജത്തെ ഉമ്മയുടെ അണ്ഡവുമായി ചേർക്കും. അതിൻ്റെ ശേഷമാണ് ഇതിനെ ശാസ്ത്രം വിളിക്കുന്ന പേര് സിക്താണ്ഡം എന്നാണ്. ആ സിക്താണ്ഡത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് എന്നർത്ഥം. ഇതിലും വലിയ അത്ഭുതം ഈ വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കേണ്ടത്, കുട്ടിയുണ്ടാകുന്നത് ആർത്തവരക്തത്തിൽ നിന്നാണെന്ന് വിശ്വസിച്ചിരുന്ന സയൻസ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്തൊക്കെ, ഖുർആൻ ഇറങ്ങി ഏകദേശം 1000 കൊല്ലത്തോളം ഇവിടെ നിലനിന്ന സയൻസ് എന്താണെന്നറിയോ? കുട്ടിയുണ്ടാകുന്നത് ആർത്തവരക്തം കട്ട പിടിച്ചിട്ടാണെന്നാണ്. ഈ സത്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വരെ അവിടുത്തെ കിതാബുകളിൽ എഴുതി വെച്ചത് കാണാം, ഫത്ഹുൽ ബാരിയിൽ. എന്ത്, ഇങ്ങനെ ഒരു അബദ്ധധാരണയായിരുന്നു ശാസ്ത്രം ഇവിടെ വിശ്വസിച്ചിരുന്നത് എന്ന്. എന്നാൽ ഖുർആൻ അടിക്കടി നുത്ഫത്തിൽ നിന്ന് ആ മനുഷ്യനെ പടച്ചത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിം സയൻറ്റിസ്റ്റുകൾക്കെങ്കിലും ഒന്ന് മറിച്ചാലോചിച്ചുകൂടെ, എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്നൊന്ന് ഒരു ഗവേഷണത്തിന് ഒരുങ്ങിക്കൂടെ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. കാരണം ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ഒരാശയായിരുന്നു. അപ്പോൾ തന്നെ ചിലർ അത് ഇടക്കാലത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്.
അല്ല, ഈ ആർത്തവരക്തത്തിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും കല്യാണം കഴിയാത്ത സ്ത്രീകൾക്ക് തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകേണ്ടതില്ലേ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അന്നതിന് മറുപടി പറഞ്ഞത് വളരെ കൃത്യമായിട്ട് അന്ന് കൊടുത്ത മറുപടി എന്തായിരുന്നു? ആർത്തവരക്തം കട്ട പിടിപ്പിക്കുക എന്ന ധർമ്മം പുരുഷ ബീജത്തിനുണ്ട് എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. തൽക്കാലം രക്ഷപ്പെട്ടു, പക്ഷേ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഇന്ന് ഓരോ ദിവസവും പുരുഷ ബീജത്തിന് ഈ ഗർഭസ്ഥ ശിശുവിന് വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കിക്കാണാൻ പറ്റുന്ന യന്ത്രങ്ങളുള്ള യുഗത്തിൽ, അതുപോലെ തന്നെ എന്താണ് കുട്ടിയാകുന്നത്, എന്താണ് മറ്റുള്ളതാവുന്നത് എന്നൊക്കെ കൃത്യമായി പറയാൻ കഴിയുന്ന കാലത്ത് വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എന്ത് പുരുഷ ബീജത്തിൽ നിന്നാണ് കുഞ്ഞ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അറേബ്യയിലെ ഒരു സാധാരണ പെണ്ണിന് ഇത് തിരിഞ്ഞു എന്നാണ്. അബൂ ഹംസയുടെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ആൺകുട്ടികൾക്ക് ജന്മം നൽകില്ല, എല്ലാം പെൺകുട്ടികളാണ് എന്നതുകൊണ്ട് അദ്ദേഹം ഭാര്യ പ്രസവിക്കുമ്പോൾ ഭാര്യയുമായി പിണങ്ങും, പ്രസവാനന്തര ശുശ്രൂഷകൾ നൽകുകയില്ല. അങ്ങനെ ഭാര്യയുമായി പിണങ്ങിപ്പോകുമ്പോൾ ആ പെണ്ണ് അന്ന് പാടിയ പാട്ട് നമുക്ക് വലിയ പാഠമാണ്. മാലിയ ബി ഹംസതലായ ഇതീന വൽബാന അല്ലാ നലിദൽ ബാനീന തല്ലാഹി മാ ദാലിക ഫീ ഐദീന വനഹ്നു കല്ലർദി ലിസാരിഈന. അന്ന് ഭർത്താവിനോട് പ്രതിഷേധമുയർത്തിക്കൊണ്ട് ആ പെണ്ണ് പറഞ്ഞതാണ്, മാലി അബി ഹംസതലായത്തിന, അബൂ ഹംസക്ക് എന്തു പറ്റിപ്പോയി, നമ്മളെ ഭർത്താവ് അബൂ ഹംസക്ക് എന്തു പറ്റിപ്പോയി, ലായത്തീന, അദ്ദേഹം നമ്മളെ അടുത്തേക്ക് വരുന്നതന്നല്ല, നമ്മളോട് പിണക്കത്തിലാണ്, എന്തു പറ്റിപ്പോയി ഇദ്ദേഹത്തിന്, കാരണം എന്തേ അങ്ങനെ പറയാൻ കാരണം? വൽബാന, അയാൾ ദേഷ്യം പിടിച്ചതുകൊണ്ടാണ് വരാത്തത്, അല്ല നേലിദൽ ബനീന, നമ്മൾ ആൺമക്കളെ പ്രസവിക്കുന്നില്ല എന്നും പറഞ്ഞ് പരാതി പറഞ്ഞാണ് അദ്ദേഹം വരാത്തത്. തല്ലാഹി മാ ദാലിക ഫീ ഐദീന, അല്ലാഹു ആണേ സത്യം, അത് നമ്മുടെ കൈകളിലുള്ള കാര്യമല്ല, അത് നമ്മുടെ കൈവശത്തിലുള്ളതല്ല. നിങ്ങൾക്ക് ആൺകുട്ടികളെ പ്രസവിച്ചു തരിക എന്നത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടത്, നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല. വനഹ്നുക്കൽ അർദീന ലിസാരിഈന വനഹ്നുക്കൽ അർദീ ലിസാരിഈന, തീർച്ചയായും നമ്മൾ കർഷകർക്കുള്ള കൃഷിയിടം പോലെയാണ്. നുഴ്തീലഹും മിഥിലല്ലദീ ഉഴ്തീന, നമുക്കെന്താണോ നൽകുന്നത് അതേ നമുക്ക് തിരിച്ചു നൽകാൻ കഴിയൂ. പാടത്ത് കൊണ്ടുപോയി ഇട്ട വിത്ത് എന്താണോ ആ വിത്തിനനുസരിച്ചല്ലേ വിളവ് നൽകാൻ പറ്റുള്ളൂ. ഗോതമ്പ് വിതച്ചിട്ട് നെല്ല് നൽകണമെന്ന് പറഞ്ഞാൽ, നെല്ല് വിതച്ചിട്ട് ഗോതമ്പ് തരണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ വിത്തുപാകുന്നത് നിങ്ങളാണ്, നമ്മൾ കേവലം ഭൂമിയാണ്, നിലങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ തരുന്നതേ തിരിച്ചു തരാൻ പറ്റൂ എന്ന് അന്ന് ആ പെണ്ണ് പാടിയിട്ടുണ്ടെങ്കിൽ സാക്ഷാൽ ഒരു അറേബ്യൻ പെണ്ണിന് ഈ കാര്യം അറിയാമായിരുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും വിശുദ്ധ ഖുർആൻ അന്നു തന്നെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയുണ്ടായി. എന്തൊരത്ഭുതമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, നട്ടെല്ലിൻ്റെയും വാരിയലിൻ്റെയും ഇടയിൽ നിന്ന് പുറപ്പെടുന്ന ബീജം എന്ന് പറഞ്ഞതിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബീജം പുറപ്പെടുന്നത് നട്ടെല്ലിൻ്റെയും വാരിയല്ലുകളുടെയും ഇടയിൽ നിന്നാണോ അല്ലേ എന്ന ഒരു ചർച്ച വളരെ പ്രസക്തമാണ്. ആധുനിക ശാസ്ത്രം വിശുദ്ധ ഖുർആനിനെ കൊഞ്ഞനം കുത്താൻ ചിലപ്പോഴൊക്കെ കാര്യത്തിൻ്റെ നിജസ്ഥിതി അറിയാതെ ശ്രമിച്ചതും കൂടെയാണ്. അതുകൊണ്ട് തൽക്കാലം ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാവുന്നതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ഖുദ്റത്ത് മനസ്സിലാക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.